എത്തി ഗൈസ്. ഇനി പ്രേമട്ടി 2 വാക്ക് എന്റെ വീഡിയോക്ക് വേണ്ടിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര? നമ്മളെപ്പരം അതിനെന്തോ ഉറങ്ങിയതല്ലേ? പ്രേമട്ടിക്ക് സുഖം. അപ്പൊ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി ഗൈസ്. ഇപ്പൊ നമ്മളെ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് പോണം. ഹലോ ഗൈസ് പറയൂ. ഹലോ ഗൈസ് പറയൂ മിസ്റ്റർ. അത് മേക്കലാക്കുന്നേ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 2:30 മണിയായി ഗൈസ്. അപ്പം ഇന്നാണ് ആ ദിവസം, ഇന്നാണ് നമ്മൾ നാട്ടിൽ പോകുന്ന ദിവസം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇന്നലെ നമ്മളിങ്ങനെ ഫുൾ പാക്കിങ്ങും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പോൾ പാക്കിങ് കുറേ ബാക്കി ഉണ്ടായിന്, വീട് ക്ലീൻ ആക്കാനുണ്ടായിന്, അങ്ങനെ കുറേ സാധനം സെറ്റാക്കാനുണ്ടായിന്. ഇപ്പം സമയം എത്ര മണിയായിട്ടാ? 2:30 ഇപ്പം നമ്മളെ ഫുൾ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞത്, ക്ലീനിങ് എല്ലാം. അപ്പോൾ നമ്മളെ പാക്കിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു നാടിയും കൂടി ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷമെല്ലാം ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കേ. അപ്പൊ രാവിലെ 5:40 നമ്മളെ ഫ്ലൈറ്റ്. നമ്മളിവിടുന്ന് ഒരു 3 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പം എന്നിട്ട് വിചാരിക്കുന്നതാണ് ഫുഡും കൂടി കഴിക്കാമെന്ന് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ നോക്കാം എത്ര മണിക്ക് ഇറങ്ങാൻ പറ്റും, കഴിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട്. വിശക്കുന്നുമുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ നിർമ്മലാട്ടൻ കൂട്ടാൻ വരും. നിർമ്മലാട്ടനാണ് നമ്മളെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്നത്. അപ്പൊ നമ്മ പോകുമ്പോ നമ്മളെപ്പരം വേറൊരാൾ കൂടി ഉണ്ട്, പ്രേമാട്ടി ഉണ്ട്. പ്രേമാട്ടീനെ കൂടി നമ്മ കൊണ്ടുപോകുന്നുണ്ട് നാട്ടിലേക്ക്. അപ്പോൾ നിർമ്മലാട്ടൻ 3 മണിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിർമ്മലാട്ടിന് വേണ്ടി നമ്മ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഡോർ ലോക്ക് ആക്കിയിട്ട് പോകാലോ. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നത്, ഈ വീഡിയോ ഞാൻ നാട്ടിലെത്തിയിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ആക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം നാട്ടിലെത്തിയാൽ അത്രയും തിരക്കായിരിക്കും. പക്ഷെ ഞാൻ വേഗം തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കും. നമുക്ക് നോക്കാം എന്താവും. അയ്യോ, ഡ്രൈവർ ഇറങ്ങിയോ? നമ്മള് വെയിറ്റ് നോക്കുന്ന സമയത്ത് നമ്മള് വെയിറ്റ് എല്ലാം കൂടിയിട്ട് നമ്മൾ കൊറേ പണിയെടുത്തു ഗൈസ്. കുട്ടുവിന് എന്നിട്ട് കുട്ടുവിന്റെ 2 കിലോ കുറഞ്ഞു ടെൻഷൻ അടിച്ചിട്ട്.
അപ്പോൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും കുപ്പി വാങ്ങണമല്ലോ. നമ്മൾ കുപ്പി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എടുക്കട്ടെ. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കുട്ടൂന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ നാട്ടിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ 4 ആൾക്കാർ ഒരുമിച്ചെടുത്തതുകൊണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഡേറ്റ് ഒരു ഉറപ്പുണ്ടായിട്ട് എന്ന് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത്. അതുകൊണ്ട് നമുക്ക് ലഗേജ് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാൾക്ക് 30 kg മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് പണി പെട്ടു. ടെൻഷനായിപ്പോയി പെട്ടെന്ന്. അപ്പോൾ നമ്മൾ മെഗ്ഡി കയറിയിട്ട് മെഗ്ഡി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ ടൈമായി ഓൾറെഡി. പോകണം. सीट पर बैठकर और प्रस्थान के लिए आए को ഫ്ലൈറ്റ് കയറി നമ്മളപ്പുറം പ്രേമട്ടിൻ്റെ പ്രേമട്ടി ഷൈ ആയതുകൊണ്ട് പ്രേമട്ടി നമ്മൾ എടുക്കുന്നില്ല. ഇപ്പൊ സമയം എത്രയാ? സമയം 5:20. 5:40 കേട്ടോ ഫ്ലൈറ്റ്. ഞാൻ വിചാരിക്കും ഞാൻ ഓർമ്മ दल की अनुमति के बिना रक्षा जैकेट को इस विमान से हटाना वर्जित है। आपातकालीन स्थिति customs are the first point of entry in India. Customers connecting flights are required to check in their baggage. ബാംഗ്ലൂരിൽ നല്ല മഞ്ഞായതുകൊണ്ട് താഴോട്ടേക്കൊന്നും മര്യാദക്ക് കാണുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി ഗൈസ്. ഇനി ഇവിടെ നമ്മളെ ബാഗ് എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകണം. ഇപ്പോൾ സമയം 7:30. അടുത്ത ഫ്ലൈറ്റിന് 9:30. അപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ബാഗ് എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകണം. എന്നിട്ട് 9:30 ഫ്ലൈറ്റ് നമ്മൾ 10:30 11 നമ്മൾ മംഗലാപുരത്തേക്ക് എത്തും. ബാംഗ്ലൂർ എത്തി ഗൈസ്. ഇനി നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. നോക്ക് മഞ്ഞന്നെ.
അങ്ങനെ നമ്മളിപ്പം മറ്റേ ടെർമിനലിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റെപ്പിലേ കൂടിയിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. മുമ്പ് ഞാനിങ്ങനെ കയറിയിട്ടില്ല. അപ്പോൾ ഇതിൽ മുമ്പിലേയും കൂടി കയറാൻ പറ്റും, ബാക്കിലേയും കൂടി കയറാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇപ്പോൾ 9:55 ഈ ഫ്ലൈറ്റ് എടുക്കല്. 11 മണി 11:15 എത്തും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ അപ്പുറത്തെ ടെർമിനലിൽ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ചെക്കിനകത്ത് കുറച്ച് റഷായിപ്പോയി, നല്ല തിരക്കായിപ്പോയി. കുറേ ഫുള്ള് എല്ലാം എടുത്തിട്ട് പുറത്തു വിടേണ്ടി വന്നു. അപ്പോൾ കുറച്ച് വേഗം ആയിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മളെ ടൈം ഓൾറെഡി ആയിരുന്നു. നമ്മൾ വേഗം ഓടി വന്നു എന്നിട്ട് പ്രേമട്ടിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ശരിയാണ് ഗൈസ്. അത് ഞാൻ പ്രേമട്ടിനെ കൂട്ടുന്നില്ല. അപ്പം 2 അച്ഛന്മാരുമാണ് നമ്മളെ കൂട്ടാൻ വന്നിട്ടുള്ളത്. അവർ എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേക്ക് അവരും എത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി ഗൈസ്. ഇപ്പം നമ്മളെ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് പോകണം. പ്രേമട്ടിക്ക് പേടിയാണ്. ഞാൻ പ്രേമട്ടിനെ വീഡിയോയിൽ കൂട്ടുമോ മറ്റെന്നിട്ട് ഞാൻ വരുമ്പോൾ മാറി പോകുന്നു. അപ്പം അച്ഛന്മാർ പുറത്ത് ഓൾറെഡി എത്തി. നമ്മൾ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് പോകും. പ്രേമട്ടി 2 വാക്ക് എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര? നമ്മളെപ്പരം അതിനെന്തോ ഉറങ്ങിയതല്ലേ. പ്രേമട്ടിക്ക് സുഖം കടന്നുറങ്ങിയ പ്രേമട്ടി. ഇത് നമ്മ അപ്പൊ കാണൽ പ്രേമട്ടി കാണാം. മംഗളത്തിന് വരണോ? അപ്പം ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഓൾറെഡി അച്ഛന്മാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പെട്ടിയെല്ലാം എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടില്ല. അതിന് മുമ്പേ നമുക്ക് ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ജയലക്ഷ്മിയിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടൂന് കല്യാണത്തിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നേരെ നമ്മൾ ജയലക്ഷ്മിയിൽ പോയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഉടുപ്പി കഫേയിലേക്കാണ് കേട്ടോ പോയത്. കാരണം നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ടൊരു സൗത്ത് ഇന്ത്യൻ താലിയും നല്ലൊരു ചായയും ഗോബി മഞ്ചൂരിയൻ എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു.
നമ്മൾ നേരെ വന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ, മാങ്ങാടേക്ക്. കാരണം ജസ്റ്റ് ഒന്ന് അമ്മേനെ കണ്ടിട്ട് തിരിച്ച് കുണ്ടംകുളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ മാങ്ങാടേക്കാണ് കേട്ടോ വന്നത്. അത് മേക്കലാക്കുന്നേ. കുണ്ടംകുഴി ടൗണിലെത്തി ഗൈസ്, നമ്മ വീടെത്താനായി. കുട്ടു ഹോൺ അടിക്കൂ, വെറുതെ ഹോൺ അടിക്കൂ, ജസ്റ്റ് ഹോൺ അടിക്കൂ.
നിന്നെ കാട്ടി കുടിച്ചിട്ടാവും. കുണ്ടിയാട്ടി കൊണ്ടുപോകുന്നുണ്ട്. മൂത്രയിക്കാൻ പോയത് ആരീ അമ്മ കരിന്ന് പറഞ്ഞേ. ഇത് നമ്മളെ പുതിയ വണ്ടിയാണ് കേട്ടോ. ബെലെനോ ബെലെനോന്നല്ലേ പോണു സക്കല് എന്തെങ്കിലും എനിക്കെല്ലാം ഒരേപോലെ തന്നെ. അപ്പൊ കുട്ടുവിന് ആടുന്ന് വരുമ്പത്തേക്കേ ഉണ്ടായ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാനാണ്. ഓന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു വണ്ടിയാണിത്. ഇഷ്ടപ്പെട്ട വണ്ടി വേറെ ഉണ്ട്, പക്ഷെ എന്നാലും ഇത് ഒരു ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അപ്പൊ വീട്ടിലെത്തി ചായ കുടിച്ചു. അപ്പൊ നേരെ നമ്മ വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നു. എവിടെ പോകുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. എന്റെ ആവശ്യത്തിൽ ഞാൻ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല ഗായ്സ്. എന്തിനാ ചെരുപ്പൊക്കെ വണ്ടിയിൽ പോകുന്നതല്ല, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ജസ്റ്റ് ഒന്ന് അഞ്ചനേരെ വീട് വരെ പോയിട്ട് വരുന്നു. അഞ്ചനേരെ വരുമ്പോ നമുക്ക് കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്നൊരു ഹായ് പറഞ്ഞിട്ട് വരാം. ഓക്കെ, നമ്മുടെ വീടും പരിസരമൊക്കെ ആകെ മാറിയിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. നമ്മൾ മീൻസ് ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ഒരു കൊല്ലത്തിനുള്ളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മൈ ഗോഡ്. ഇതാണ് കുണ്ടംകുഴി ടൗൺ. അപ്പോൾ ഗ്ലാസ് ക്ലിയർ അല്ല, ഫ്രണ്ട് ഗ്ലാസ്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഓക്കെ, ഇപ്പൊ രാത്രിക്ക് ഒരു പരിപാടിയും കൂടി ഉണ്ട്, ഒരു കല്യാണ തലേന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആടെയും കൂടി പോകും, എന്നിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. ക്ഷീണം, യാത്ര ചെയ്തതിന്റെ ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഫ്ലൈറ്റിൽ ഉറങ്ങാൻ പറ്റീന് നല്ലോണം, എന്നാലും ഒരു ടയർഡ്നെസ് ഉണ്ട്. നല്ല വൃത്തിക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ കാണാൻ സുന്ദരിയായിരിക്കില്ല. സൗന്ദര്യം ഒരു ശാപമായാലും എന്ത് ചെയ്യും, ഇങ്ങനെയല്ല ആയാലും. അഞ്ചനേരം വീട്ടിൽ പോയി. ഇനി നമ്മ വേഗം വീട്ടിൽ പോയിട്ട് റെഡിയായിട്ട് ഒരു കല്യാണ പരിപാടിക്ക് പോകാനുണ്ട്. അപ്പൊ ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്തുന്നു, ഇന്നത്തേക്കുള്ള വ്ളോഗ് ഇവിടെ നിർത്തുന്നു. ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ അടുത്ത വ്ളോഗിൽ പറയുന്നതായിരിക്കും ഗായ്സ്. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ ബൈ കുട്ടു, ബൈ ബൈ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ആ ഹലോ ഗായ്സ് പറയൂ, ഹലോ ഗായ്സ് എന്ന് പറയൂ മിസ്റ്റർ. നിന്നോ ആരി. അപ്പൊ അങ്ങനെ നമ്മ വീട്ടിലെത്തി. ഞാൻ മാങ്ങാട് ജസ്റ്റ് ഒന്ന് കേറി, ഇനി പക്ഷെ നിന്നിട്ടില്ല, വേഗം വന്നു. ഇപ്പൊ കുന്നംകുഴി എത്തി. ഞാൻ ആദ്യം വന്നിട്ട് എൻ്റെ റൂമൊന്ന് നോക്കിട്ട് കുറെ കാലമായില്ലോ കാണാതെ. I missed my room. ആടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം എത്തി. ഇനി കുറച്ച് റെസ്റ്റെല്ലാം എടുക്കട്ടെ. ബാക്കി വിശേഷമെല്ലാം ഞാൻ വരുന്ന വ്ളോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.
കൊതിയൻ ചാർലി കൊതിയ കൊതിയ കൊതിയ